മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി എം.ടി. വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനം ആരെയായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക? പ്രതിപക്ഷ നേതാക്കളും സാംസ്കാരിക നായകന്മാരിൽ ചിലരും അത് പിണറായിയെ ഉദ്ദേശിച്ചാണ്, പിണറായി സർക്കാരിനെ ഉദ്ദേശിച്ചാണ്, പിണറായി വിജയനെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് വ്യാഖ്യാനിക്കുന്നു. എന്നാൽ CPM പറയുന്നത് എം.ടിയുടെ ഒളിയമ്പ് കേന്ദ്ര സർക്കാരിനെ ഉദ്ദേശിച്ചാണ്, നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചാണ്, BJPയെ മാത്രം ലക്ഷ്യമിട്ടാണെന്നാണ്. പക്ഷെ CPMന്റെ ഈ പ്രതിരോധം വളരെ ദുർബലമാണെന്ന് പറയാതെ വയ്യ. തൻ്റെ വാക്കുകളെ ചൊല്ലി വിവാദം കനക്കുമ്പോഴും MD മൗനത്തിലാണ്. വ്യാഴാഴ്ച കോഴിക്കോട്ടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടന വേദിയിലായിരുന്നു ആർക്ക് നേരെയെന്ന് വ്യക്തമാക്കാതെ MTയുടെ വിമർശന ശരം. EMSനെ പോലൊരു നേതാവ് കാലത്തിൻ്റെ ആവശ്യമാണെന്നായിരുന്നു MTയുടെ പ്രസംഗത്തിൻ്റെ കാതൽ. തെറ്റുപറ്റിയാൽ തിരുത്താനും സമ്മതിക്കാനും കഴിയുന്നൊരു നേതാവ്. അതുകൊണ്ടാണ് EMS മഹാനായ നേതാവായത്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരു അവസരമാണെന്ന സിദ്ധാന്തത്തെ നമ്മൾ കുഴിവെട്ടി മൂടി. ഭരണാധികാരികൾ എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യം. തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന പതിവ് ഒരു മഹാരഥനും ഇപ്പോൾ ഇവിടെ ഇല്ലെന്നും MD ചൂണ്ടിക്കാട്ടി. എന്തായിരിക്കും MD ഉദ്ദേശിച്ചിരിക്കുക? അധികാരപ്രമത്തതയെക്കുറിച്ചുള്ള തൻ്റെ നിരീക്ഷണങ്ങൾക്ക് 20 ആണ്ടുകൾക്ക് ശേഷവും ഒരു മാറ്റവും വരത്തക്ക രീതിയിൽ സമൂഹമോ രാഷ്ട്രീയമോ മാറിയിട്ടില്ലെന്ന അദ്ദേഹത്തിൻ്റെ ബോധ്യമായിരുന്നു ഈ പ്രസംഗം. 20 വർഷം മുമ്പ് 2003 പുറത്തിറങ്ങിയ സ്നേഹാദരങ്ങളോടെ എന്ന MDയുടെ തന്നെ പുസ്തകത്തിലെ EMSന് സമർപ്പിച്ചുകൊണ്ട് എഴുതിയ ചരിത്രപരമായ ഒരാവശ്യം എന്ന ലേഖനത്തിൽ നിന്നുള്ള ഭാഗമാണ് MD പ്രസംഗിച്ചത്. റഷ്യയുടെ ഗതിവിഗതികളെക്കുറിച്ചുള്ള വിൽഹം റീഹിൻ്റെ നിരീക്ഷണങ്ങളെക്കുറിച്ചും വിമർശനങ്ങളെക്കുറിച്ചും പറഞ്ഞ MT ആൾക്കൂട്ടത്തിൻ്റെ ക്ഷോഭത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് പതുക്കെ നടന്നു കയറിയത് ജനാധിപത്യത്തെ അധികാരാധിപത്യമാക്കുന്ന പ്രവണതയുടെ അപകടാവസ്ഥയെക്കുറിച്ചുള്ള സൂചനയിലേക്കായിരുന്നു. ഇത് കാലത്തിൻ്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ പ്രസംഗം ലേഖനം ഉപസംഹരിച്ചത്. നേതൃപൂജയെക്കുറിച്ചും അധികാരാധിപത്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഏകാധിപത്യത്തെക്കുറിച്ചും പരാമർശിച്ച പ്രസംഗം നിമിഷ നേരം കൊണ്ട് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. MTയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ഇതോടൊപ്പം ചർച്ചയായി. MTക്ക് ഇടതുപക്ഷത്തോടൊരു മമതയുണ്ടെന്ന് പലരും നിരീക്ഷിച്ചിട്ടുണ്ട്. SK പൊറ്റക്കാട് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ MT പ്രചരണത്തിനിറങ്ങിയിരുന്നു. 2021 P നന്ദകുമാർ പൊന്നാനി മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ കെട്ടിവെക്കാനുള്ള പണം MT നൽകിയത് അന്ന് വലിയ വാർത്തയായിരുന്നു. EMSനോട് ആദ്യകാലങ്ങളിൽ വിയോജിച്ചിരുന്ന MT പിന്നീട് അദ്ദേഹത്തിൻ്റെ ആരാധകനായി മാറിയെന്നത് ചരിത്ര സത്യം. MT ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന രാഷ്ട്രീയ നേതാവ് ആരാണെന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി AKG എന്നായിരുന്നു. എന്നാൽ അതേ MT പിണറായി വിജയനെ വേദിയിലിരുത്തി രാഷ്ട്രീയ വിമർശനമെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചൂണ്ടാൻ മത്സരിക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ. നിങ്ങൾ മറ്റേയാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങളുടെ കൈപ്പത്തിയിലെ ബാക്കി വിരലുകൾ നിങ്ങൾക്ക് നേരെയാണെന്ന് മറക്കരുത്. ഓരോ രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ നേതാവും ആത്മവിമർശനം നടത്തേണ്ട സമയം അനിവാര്യമായിരിക്കുന്നു. അത് കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് സാഹിത്യ കുലപതി MT വാസുദേവൻ നായർ. അത് ഉൾക്കൊള്ളാനും സ്വയം തിരുത്താനും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതൃത്വങ്ങളും തയ്യാറാവണം. നല്ലൊരു നാളേക്ക് അത് അനിവാര്യമാണ്.